ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലിനെതിരെ ജപ്പാൻ മുന്നിൽ 29-ാം മിനിറ്റിൽ കൈഷുസാനോയാണ് ഗോൾ നേടിയത്. അക്ഷയ് മോഹനുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അക്ഷയ്, ഗുഡ് ഈവനിങ്. ബ്രസീൽ തുടക്കത്തിൽ ഒരു ആധിപത്യം എന്ന് നമുക്ക് തോന്നിയെങ്കിലും അതിനുശേഷം ജപ്പാൻ അവരുടെ ആ സ്പീഡ്, മാരകമായ സ്പീഡാണല്ലോ ജാപ്പനീസ് ടീമിന്, ആ സ്പീഡ് നിലനിർത്തുകയും ആദ്യത്തെ ഒരു ഫ്രീ കിക്ക് ഒക്കെ പോയെങ്കിലും ഗോളിലേക്ക് അവരെത്തുകയും ചെയ്തു. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഇപ്പോൾ ജപ്പാനാണ്. അത് എത്രത്തോളം കളിയുടെ ഇനിയുള്ള ഗതിയെ ബാധിക്കും? ക്രിസ്ത്യൻ, ആദ്യ ലീഡ് ജപ്പാൻ എടുത്തു കഴിഞ്ഞു. മത്സരം തുടങ്ങിയത് മുതൽ ബ്രസീൽ ഒരു ആക്രമണമാണ് കണ്ടത്. തുടർച്ചയായി ജപ്പാന്റെ ഗോൾമുഖം ലക്ഷ്യമാക്കി ഗോൾ ലക്ഷ്യമിട്ടവർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തുടർച്ചയായ ആക്രമണം 14-ാം മിനിറ്റിലേക്ക് തുടർച്ചയായി 2 സാധ്യതകൾ കിട്ടിയെങ്കിലും അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബ്രസീലിനായില്ല. ഒടുവിൽ 29-ാം മിനിറ്റിൽ ആദ്യ ഗോൾ കൈഷുസാനയിലൂടെ ആദ്യ ഗോൾ ജപ്പാൻ സ്വന്തമാക്കി. 20 മീറ്റർ അകലെ നിന്നൊരു കിടിലൻ ഷോട്ട് അലിസണയെ മറികടന്ന് ബ്രസീലിന്റെ വലയിൽ കയറുകയായിരുന്നു. ബ്രസീലിന്റെ പേര് കേട്ട നിരയെ ഭയപ്പെടാതെ കളിക്കുന്ന ജപ്പാനെ കണ്ടു. ആദ്യം തുടക്കത്തിലൊരു മിനിറ്റുകളെ അവരാദ്യം ഒന്ന് പതിയെ അവർ താളം വീണ്ടെടുത്തു. വീണ്ടും ബ്രസീലിനെതിരെ പ്രത്യാക്രമണങ്ങളുടെ അടക്കം അവർ ബ്രസീൽ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളിയിൽ ആദ്യത്തെ എഡ്ജ് ഇപ്പോൾ നിലവിൽ ജപ്പാൻ അനുകൂലമാണ്. പക്ഷേ 2006 ലോകകപ്പിലെ മത്സരം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇത് ജപ്പാനും ബ്രസീലും ഏറ്റുമുട്ടിയപ്പോൾ ആദ്യം സ്കോർ ചെയ്തത് ജപ്പാനായിരുന്നു. അതിനുശേഷം 4 ഗോളുകൾ അടിച്ചാണ് അന്ന് റൊണാൾഡോ ഒക്കെ കളിച്ച മത്സരത്തിൽ ബ്രസീൽ ജയം സ്വന്തമാക്കിയത്. ഇനിയിപ്പോൾ ബ്രസീൽ ആരാധകർ പ്രതീക്ഷിക്കുന്നതും അത്തരമൊരു കംബാക്കാണ്. പ്രത്യേകിച്ച് നോക്കൗട്ടാണ്. ഇനി ഒരു തോൽവി ഈ ലോകകപ്പിലുള്ള അവരുടെ പുറത്തേക്ക് വഴി തുറക്കും. അതുകൊണ്ട് തന്നെ ജയിക്കാനായിരിക്കും ആഞ്ചലോട്ടി സംഘവും ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ കളിച്ച മത്സരത്തിൽ നിന്ന് മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ആഞ്ചലോട്ടി ആദ്യ 11 ഇറക്കിയിരിക്കുന്നത്. ആർക്കും മാറ്റമില്ല. രണ്ടാം പകുതിയിൽ ഇനി നെയ്മാർ വരും. അത് ആഞ്ചലോട്ടി നേരത്തെ പറഞ്ഞിരുന്നു. നെയ്മാറിന്റെ വരവാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത്. തിരിച്ചടിച്ചേ മതിയാകൂ. ഇനി ഒരു തോൽവി അവർക്ക് ലോകകപ്പിലേക്ക് പുറത്തേക്ക് വഴി തുറക്കും. അതുകൊണ്ട് ഇനി രണ്ടും കൽപ്പിച്ചുള്ള ഒരു ബ്രസീൽ ആക്രമണമായിരിക്കും ഇനി കാണാൻ പോവുക. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് ഈ ഒരു ഗോൾ ജപ്പാൻ സ്വന്തമാക്കിയത്. ഇനി ഈ ജപ്പാൻ ശ്രമിക്കുക ഈ ഗോളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് പ്രതിരോധം കടുപ്പിച്ചുകൊണ്ട് ബ്രസീൽ ആക്രമണങ്ങളെ തടുത്തു നിർത്തി കിട്ടുന്ന അവസരങ്ങൾ ഇനി ലീഡ് വർദ്ധിപ്പിക്കാനായിരിക്കും ജപ്പാന്റെ ശ്രമം. ബ്രസീൽ ഇനി സടകുടഞ്ഞ് എഴുന്നേറ്റവർക്ക് മതിയാവും. ഗോളുകൾ നേടണം. കളി സ്വന്തമാക്കണമെങ്കിൽ ഗോളുകൾ തന്നെ വേണം. ഇനി ജപ്പാന്റെ അവരെങ്ങനെ തിരിച്ചു വരുമെന്നാണ് ഇനി കാണേണ്ടത്. ക്രിസ്റ്റി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.